ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. വിശ്വാസ പ്രഘോഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് ക്രിസ്മസ്. യേശു ജനിച്ചത് അഖില ലോകത്തോടും പറയുക എന്നത് ക്രൈസ്തവ ധർമ്മമാണ്. സകല മനുഷ്യർക്കും വേണ്ടി രക്ഷകനായ ഒരുവൻ പിറന്നിരിക്കുന്നു. വാസ്തവത്തിൽ നാം ഈ വിശ്വാസം പ്രഘോഷിക്കേണ്ടത് നമ്മുടെ ജീവിതം വഴിയാണ്. സകലർക്കും വേണ്ടി പിറന്ന ക്രിസ്തുവിനെ തിരിച്ചറിയുകയും അവനെ അനുഗമിക്കുകയും ചെയ്യുന്ന ഞാൻ എന്റെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ എത്രത്തോളം വെളിപ്പെടുത്തുന്നു എന്നതാണ് പ്രഘോഷണം. ആ പ്രഘോഷണം ആഘോഷത്തിന്റെ തലത്തിലേക്ക് വരുമ്പോൾ സ്വജീവിതത്തെ തന്നെ എത്രത്തോളം അർപ്പിക്കാൻ കഴിയും, സ്നേഹസമൃദ്ധിയിൽ എത്രത്തോളം പുരോഗമിക്കാൻ കഴിയും എന്നതാണ് ഈ ആഘോഷത്തിന്റെ കാതലായി മാറേണ്ടത്. കാലങ്ങളായി ക്രിസ്മസ് ആഘോഷം കമ്പോളം ഏറ്റെടുത്തൊരു കാര്യമാണ്. കമ്പോളം പുതിയ തരത്തിലുള്ള വിഭവങ്ങൾ ഒരുക്കി ഈ ആഘോഷത്തെ മോടി പിടിപ്പിക്കാൻ എന്ന വ്യാജേന വിശ്വാസ ജീവിതത്തിനകത്ത് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അതുകൊണ്ട് നക്ഷത്രമോ ക്രിസ്മസ് കേക്കോ ക്രിസ്മസ് ട്രീയോ പുൽക്കൂടുകളോ ഒക്കെയാണ് ഈ ആഘോഷത്തിന്റെ പരമപ്രധാനമായ കേന്ദ്രമെന്ന്, അല്ലെങ്കിൽ അവയെല്ലാമാണ് ക്രിസ്മസ് എന്ന് തെറ്റിദ്ധരിക്കും വിധം കമ്പോളം നമ്മെ പഠിപ്പിച്ചു. ആചാരങ്ങളിൽ ഉടക്കി ആത്മീയത നഷ്ടപ്പെട്ട വിശ്വാസ സമൂഹം അതിന്റെ പിന്നാലെ പാഞ്ഞു. ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരു ആഗമന കാലത്ത് ഒരുങ്ങുന്നതിന് മുൻപേ തന്നെ കമ്പോളത്തിൽ ഇത്തരം വിഭവങ്ങൾ ഒരുക്കി, ഉപകരണങ്ങൾ ഒരുക്കി കമ്പോളം കാത്തിരിക്കുകയാണ്. കമ്പോളത്തിന്റെ ലക്ഷ്യം മതമല്ല, കമ്പോളത്തിന്റെ ലക്ഷ്യം വിശ്വാസമല്ല. കമ്പോളത്തിന്റെ ലക്ഷ്യം സാഹചര്യങ്ങളെ എങ്ങനെ മുതലെടുക്കാമെന്നതാണ്. എല്ലാവരും നക്ഷത്രങ്ങൾ തൂക്കുമ്പോൾ നക്ഷത്രങ്ങളിൽ വൈവിധ്യം ഉണ്ടാകുന്നതാണ് മെച്ചമെന്ന് കരുതുന്നവർ പലതരത്തിലുള്ള നക്ഷത്രങ്ങൾ തേടിയാലെയും അവരുടെ ഈ മോഹത്തെ തൃപ്തിപ്പെടുത്താൻ കമ്പോളം അതിനു മുൻപ് തന്നെ വിവിധ രൂപങ്ങളിലുള്ള നക്ഷത്രങ്ങൾ ഒരുക്കി കാത്തിരിക്കും. ക്രിസ്മസ് പുതിയ വസ്ത്രങ്ങൾ ധരിക്കാനുള്ള അവസരമാണെന്ന് വിശ്വാസികൾ തെറ്റിദ്ധരിക്കുന്നു. ക്രിസ്മസിന് അപ്രകാരം പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് സന്തോഷിക്കുന്നതാണ് പ്രധാനമെന്ന് കരുതുന്നു. ആഘോഷത്തിന്റെ കേന്ദ്രമായിട്ട് വസ്ത്രങ്ങളെ കരുതുന്നവർ വസ്ത്രശാലകളിലേക്ക് നീങ്ങുന്നു. അങ്ങനെ വിശ്വാസം ആത്മീയതയായി തിരിച്ചറിയാത്ത, അന്തസ്സത്തെ തിരിച്ചറിയാത്ത മഹാഭൂരിപക്ഷം ഇതിന്റെ പിന്നാലെ പായുമെന്നുള്ളതുകൊണ്ട് കമ്പോളം വസ്ത്രങ്ങൾ ഒരുക്കി കാത്തിരിക്കുന്നു. വർണ്ണപ്പൊലിമയുള്ള നക്ഷത്രങ്ങളും വസ്ത്രങ്ങളും കേക്കും വൈനുമൊക്കെ സുലഭമായി നിർമ്മിക്കപ്പെടുന്നതിന്റെ പിന്നിലുള്ള മനഃശാസ്ത്രം വിശ്വാസികൾ ഈ അടയാളങ്ങളിൽ കുടുങ്ങി എന്നുള്ളതാണ്. ആ വ്യവസായങ്ങൾ നടത്തുന്നത് ആരാണ് എന്ന് ചിന്തിച്ച് അതിനെ മതം കൊണ്ട് ഹരിച്ചു നോക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ വിശ്വാസി യഥാർത്ഥ ആഘോഷത്തിൽ നിന്ന്, ക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വീകരിക്കുന്നതിൽ നിന്ന്, ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുന്നതിൽ നിന്ന് എത്രത്തോളം പിന്നോട്ടടിച്ചിട്ടുണ്ട് എന്ന കാര്യം ഗൗരവമായി ചിന്തിക്കണം. നാം ഉപയോഗിക്കുന്ന വസ്തുക്കൾ ആര് നിർമ്മിച്ചു എന്ന ഒരു അന്വേഷണം സാധാരണഗതിയിൽ മനുഷ്യർ നടത്താറില്ല. കാരണം നമുക്കത് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. ഇപ്പൊ കേക്ക് നിർമ്മിക്കുന്നത് ഏതെങ്കിലും ഒരു മതസ്ഥന്റെ സ്ഥാപനത്തിലാണെന്നിരിക്കട്ടെ, അതിനുള്ള ഇൻഗ്രീഡിയൻസ് വരുന്നത് പലയിടങ്ങളിൽ നിന്നാണ്. അതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചവൻ ആരാണെന്ന് കണ്ടെത്താൻ പോലും നമുക്ക് കഴിയില്ല. നാം കഴിക്കുന്ന ചോറ് എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് നമുക്കറിയില്ല. അത് ആരുടെ വയലിലാണ്, ആര് വിതച്ചിട്ടാണ്, ആര് വളം നൽകിയിട്ടാണ്, ആരാണത് കൊയ്തത്, ആരാണത് മെതിച്ചത്, ആരാണത് പാക്ക് ചെയ്തത്, ആരാണ് നമ്മുടെ കയ്യിൽ എത്തിക്കുന്നത് എന്നത് നമുക്കറിഞ്ഞുകൂടാത്ത കാര്യമാണ്. ആ വേർപ്പൊഴിക്കവനെ തിരിച്ചറിയാത്ത നമ്മൾ ഈ ഭക്ഷണത്തിന് ഒരു മതസ്വരൂപം കൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസത്തിന്റെ ആന്തരിക സത്ത ചോർന്നു പോയതുകൊണ്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഈ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ഒരു കേക്ക് വിവാദത്തെ സംബന്ധിച്ച് സംസാരിക്കാനിടയായപ്പോ എനിക്ക് എത്ര കിട്ടിയെന്നാണ് ചോദിച്ചത്. സ്നേഹപൂർവ്വം അപ്രകാരം അഭിപ്രായം പറഞ്ഞ ആ സഹോദരനോട് പറയട്ടെ, വന്ന് കാണുക,
ആരുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ ഒരു ദരിദ്രനായി എനിക്ക് തുടരേണ്ടി വന്നത്. ഒന്നും സമ്പാദിക്കാതെ പോയത്. 10-27 വർഷത്തിലധികമായി സുവിശേഷം പ്രഘോഷിച്ചിട്ട് ക്രിസ്ത്യാനികളുടെ കയ്യിൽ നിന്നും യാത്രാപ്പടിയും വാങ്ങിയിട്ടില്ല, പ്രസംഗിക്കുന്നതിന് കൂലിയും വാങ്ങിയിട്ടില്ല, യാത്രാപ്പടിയും വാങ്ങിയിട്ടില്ല. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു വരുന്നവരോട് എന്തെങ്കിലും തരത്തിൽ ഒരു സംഭാവനയും സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ സ്വീകരിക്കാതെ പോയതുകൊണ്ട് ഒപ്പം പ്രവർത്തിച്ചിരുന്ന പലരും തങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കിയപ്പോ സ്വന്തം ജീവിതം സുരക്ഷിതമാകേണ്ട എന്ന് തീരുമാനിച്ച ഒരാളാണ് ഞാൻ. ഇതെന്റെ മഹിമ പറയാൻ വേണ്ടിയല്ല. ഞാൻ വിശുദ്ധ പൗലോസിനെയാണ് കണ്ടത്. പൗലോസ് പറഞ്ഞു, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചിട്ടാണ് ജീവിക്കുന്നത്. കഷ്ടതയേറെ ഉണ്ടായിട്ടുണ്ട്, സഹനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കിടക്കാനിടമില്ലാതെ പോയിട്ടുണ്ട്. ഇപ്പോഴും സ്വന്തമായി ഒന്നും സമ്പാദിച്ചു വെച്ചിട്ടില്ല. ഒന്നും ശേഷിക്കാതെ ഈ നിമിഷവും ദൈവസന്നിധിയിലായിരിക്കാൻ കഴിയുന്നത് പലപ്പോഴും അപഹാസ്യനായും തരംതാണവനായും മറ്റുള്ളവരുടെ ആക്ഷേപങ്ങൾ കേൾക്കാൻ ഇടയാകും ഇതൊക്കെ ജീവിച്ചത് നല്ല ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ്. എന്നെ വിളിച്ചവൻ എനിക്ക് കൂലി നൽകുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട്, ആ കൂലി ദൈവത്തിന്റെ കരങ്ങളിലാണെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവൻ എന്നെ കരുതിക്കൊള്ളുമെന്ന വിശ്വാസത്തിലാണ്. ഞാനിത് പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ ഞാൻ മഹാനെന്ന് പറയാൻ വേണ്ടിയല്ല. പുളി തിന്നവനല്ലേ പുളി അറിയും. കൂലി വാങ്ങിച്ച് ശീലിച്ചവൻ കൂലിയെക്കുറിച്ച് പറയും. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ പ്രത്യേകമായ വക്താവായിട്ടോ ഏതെങ്കിലും ഒരു മതമായിട്ടോ എനിക്ക് ബന്ധമില്ല. ഞാൻ നിലനിൽക്കുന്നത് കത്തോലിക്ക സഭയിലാണ്. കത്തോലിക്ക സഭ ഏതെങ്കിലും ഒരു മതത്തിൻ്റെതല്ല. പലവിധ മതങ്ങളിൽപ്പെട്ട ആളുകൾ ഈ സഭയ്ക്കകത്തുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പല മതങ്ങളിൽ എല്ലാ മനുഷ്യരുടേതുമാണ് സഭ. സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് രക്ഷകൻ ഭൂമിയിലേക്ക് വന്നത്. യേശുവിൽ സർവ മനുഷ്യകുലവും രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്ന വിശ്വാസമാണ് അടിസ്ഥാന ബോധ്യമായിട്ട് എന്നെ നയിക്കുന്നത്. കത്തോലിക്ക സഭ അതാണ് പഠിപ്പിക്കുന്നത്. സഭയ്ക്ക് പുറമെ പിശാച് മാത്രമേ ഉള്ളൂ. അപ്പൊ തങ്ങൾ സഭയുടെ വക്താക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ ആധ്യാത്മികതയെ മൂടുപടമണിയിച്ച് അതിന്റെ പേരിൽ വിഭാഗീയതയും വർഗീയതയും വളർത്തുന്ന, അന്യമത വിദ്വേഷം വളർത്തുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ വക്താക്കളായിരിക്കണം ഇത്തരത്തിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ ക്രൈസ്തവ ആധ്യാത്മികത അനുരഞ്ജനത്തിൻ്റെതാണ്, കൂട്ടായ്മയുടേതാണ്. നമ്മൾ ജീവിക്കുന്നത് ക്രിസ്തുവിലാണ് എന്ന ഉറപ്പ് നഷ്ടപ്പെടുമ്പോഴാണ് ബാഹ്യാചാരങ്ങളിൽ നാം കുടുങ്ങിപ്പോവുക. ഒരു 50 വർഷം മുമ്പ് ക്രിസ്മസ് കേക്ക് എന്ന് പറയുന്നൊരു കാര്യം നമുക്ക് സ്വപ്നം കാണാൻ കഴിയുന്നതായിരുന്നു. എത്ര ക്രിസ്ത്യാനികൾക്ക് കേക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ലഭ്യതയും അത് സ്വീകരിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയും നമുക്കില്ലാതിരുന്നൊരു കാലം നമുക്ക് മുൻപേ ഉണ്ട്. എന്റെയൊക്കെ വീട്ടിൽ വർഷത്തിൽ 2 തവണയാണ് പോത്തിറച്ചി വാങ്ങിച്ചിരുന്നത്, പശുവിറച്ചി വാങ്ങിച്ചിരുന്നത് വർഷത്തിൽ 2 തവണ, ക്രിസ്മസിനും ഈസ്റ്ററിനും. അതല്ലാതെ മാംസാഹാരം പോലും കഴിക്കാതിരുന്നൊരു സമൂഹമാണ് സാധാരണക്കാരുടേത്. ആഘോഷങ്ങളുടെ പ്രാധാന്യം ഭക്ഷണത്തിലാണെന്നും വസ്ത്രത്തിലാണെന്നും തൂക്കുന്ന നക്ഷത്രങ്ങളിലാണെന്നും പുൽക്കൂടുകളിലാണെന്നും അലങ്കാരങ്ങളിലാണെന്നും തെറ്റിദ്ധരിച്ചു പോയപ്പോഴാണ് വിശ്വാസ സമൂഹത്തിന്റെ ഒരു ആഘോഷത്തെ, വിശ്വാസ സമൂഹത്തിന്റെ ഒരു വിശ്വാസ പ്രഘോഷണത്തെ മുതലെടുക്കാൻ വിപണിക്ക് കഴിഞ്ഞത്. വിപണി ഇന്ന് ജനജീവിതത്തിനകത്തേക്ക് കടന്നു കയറിയതിന്റെ പ്രത്യക്ഷമായ ലക്ഷണമായിട്ട് ഇതിനെ കാണാൻ പറ്റണം. യഥാർത്ഥത്തിൽ വിശ്വാസ ജീവിതത്തിന്റെ കാതലായി മാറേണ്ട ക്രിസ്തുജനനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാതെ വിശ്വാസത്തിന്റെ ബാഹ്യ പുറംപൂച്ചുകളായ ആചാരങ്ങളിൽ കുടുങ്ങിപ്പോകുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിപ്പോകുന്നു. അവിടെയാണ് വിപണി നമ്മളെ കീഴടക്കുന്നത്. അവിടെ വിപണിക്ക് തന്ത്രങ്ങളുണ്ട്. വിപണി പലതരം തന്ത്രങ്ങൾ ഉപയോഗിക്കും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്രിസ്മസിന് കേക്ക് വാങ്ങിക്കുന്ന ക്രിസ്ത്യാനി മാത്രമല്ല ഇന്ന്. ക്രിസ്മസിന് നക്ഷത്രം തൂക്കുന്നത് ക്രിസ്ത്യാനി മാത്രമല്ല.
എല്ലാ മതങ്ങളിലും പെട്ട ആളുകൾ അതിന്റെ ബാഹ്യാചാരത്തെ തുടരുന്നുണ്ട്. അവർക്കിത് കേവലം ആഘോഷമാണ്. നമ്മെ സംബന്ധിച്ചാവട്ടെ നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായ മനുഷ്യാവതാര രഹസ്യത്തെ ലോകത്തോട് പ്രഘോഷിക്കാനുള്ള അവസരം. അങ്ങനെ ലോകത്തോട് ക്രിസ്തുവിനെ പ്രഘോഷിക്കുമ്പോൾ ക്രിസ്തു എപ്രകാരമാണ് ഭൂമിയിൽ വന്നതെന്ന് ഓർക്കണം. മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച ക്രിസ്തു സകല മനുഷ്യർക്കും വേണ്ടിയാണ്. ലൂക്കാ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ 10-11 തിരുവചനങ്ങൾ വ്യക്തമായത് പറയുന്നുണ്ട്. സകല മനുഷ്യർക്കും വേണ്ടി, സകല മനുഷ്യർക്കും വേണ്ടിയാണ് ക്രിസ്തു ഭൂമിയിൽ അവതരിച്ചതെങ്കിൽ, സകല മനുഷ്യർക്കും വേണ്ടിയാണ് കുരിശിൽ മരിച്ചതെങ്കിൽ, സകല മനുഷ്യരെയുമാണ് രക്ഷിച്ചതെങ്കിൽ അതിനു പുറമേ നിൽക്കാൻ ആരുമില്ല. അറിഞ്ഞവർ നമ്മളാണ്, അനുഗമിക്കുന്നവർ നമ്മളാണ്. അനുഗമിക്കുന്ന നമ്മൾ ക്രിസ്തു എപ്രകാരമാണ് ലോകത്തായിരുന്നത് അപ്രകാരം സകലർക്കും വേണ്ടി ആയിത്തീരണമെന്നതാണ് ആധ്യാത്മികത. ആ ആധ്യാത്മികതയെ കൈവിട്ടിട്ട് നമ്മൾ കേവലാചാരങ്ങളിൽ കുടുങ്ങിപ്പോകുന്നു, വിപണിയിൽ കുടുങ്ങിപ്പോകുന്നു. വിപണി ആര് നിയന്ത്രിക്കുന്നു എന്നല്ല, വിപണിയിൽ കുടുങ്ങിപ്പോകുന്നു എന്നതാണ് അപജയം. നാം സ്വീകരിക്കുന്ന ഒരു വസ്തുവും നിർമ്മിച്ചതാരെന്നോ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതാരെന്നോ നാം ഉപയോഗിക്കുന്ന സാങ്കേതികത അടക്കമുള്ള കാര്യങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതാരെന്നോ നമുക്ക് നിശ്ചയമില്ല. ഭൂമിയിൽ പല മതങ്ങളുണ്ട്, ദൈവവിശ്വാസമില്ലാത്തവരുണ്ട്, വിശ്വാസരഹിതരായി ജീവിക്കുന്ന രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളൊക്കെ ഈ നിർമ്മാണ പ്രക്രിയയിലും ശാസ്ത്ര സാങ്കേതികതയിലും ഒക്കെ കൈകോർക്കുന്നുണ്ട്. അങ്ങനെ ഒരു കലർപ്പായിട്ട് നമ്മൾ കാണണം. നമ്മൾ ആരും ഒറ്റയ്ക്ക് ജീവിക്കുന്നവരല്ല, ഒരു കലർപ്പാണ്. സ്വന്തമായി ഒന്നുമില്ലാത്തവരാണ്. കൂടിക്കലർന്ന് സംസ്കാരങ്ങളും ആചാരങ്ങളും ഒക്കെ കൈകോർത്ത് മറ്റുള്ളവർ നിർമ്മിക്കുന്നവ സ്വീകരിച്ച് കൊടുത്തും വാങ്ങിയും പരസ്പരം പങ്കുവെച്ചും ജീവിക്കുന്ന ഒന്നാണ് മനുഷ്യജീവിതമെന്ന് തിരിച്ചറിയണം. ആ മനുഷ്യജീവിതത്തിനകത്ത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ക്രിസ്തുവിനെ പ്രതിയായി മാറണം. അങ്ങനെ ക്രിസ്തുവിനെ പ്രതി അവരന് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ എന്റെ ജീവിതം രക്ഷാകരമായി മാറുമെന്ന് മാത്രമല്ല, ലോകത്ത് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കാൻ എനിക്ക് കഴിയുമെന്നാണ് തിരിച്ചറിയേണ്ടത്. അപ്രകാരം മൂല്യബോധമില്ലാതെ പോകുമ്പോഴാണ് നമ്മൾ മതത്തിന്റെ പേരിൽ കലഹങ്ങൾ ആരംഭിക്കുന്നത്. എഫെസ്യർ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 14-ാം തിരുവചനം പറയാണ്, അവൻ നമ്മുടെ സമാധാനമാണ്, ശത്രുതര മതിലുകളെ തകർക്കുകയും ഇരുകൂട്ടരെയും ഒന്നിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ശത്രുതര മതിലുകളും വിഭാഗീയതര മതിലുകളും തകർത്തുകൊണ്ടാണ് ക്രിസ്തു ഭൂമിയിൽ വരുന്നത്. എല്ലാ മതങ്ങൾക്കും ഉപരിയാണ് സഭ. സഭ സ്നേഹമാണ് പ്രഘോഷിക്കുന്നത്. സഭ സകലർക്കും വേണ്ടിയാണ്, സാർവത്രികമാണ്, തുറന്ന വാതിലാണ്, ഇൻക്ലൂസീവ് നേച്ചറാണ്, സ്വീകരണ മനോഭാവമാണ്, പുറന്തള്ളുന്ന മനോഭാവമല്ല. ആരെങ്കിലും ശത്രുപക്ഷത്ത് നിർത്താനായി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ക്രിസ്തു നമ്മിൽ ഇനിയും അവതീർണനായിട്ടില്ല എന്നാണ് അത് വിളിച്ചു പറയുന്നത്. മറ്റുള്ളവർ അന്യമതസ്ഥരാണെന്നും അവർ വിയോജിക്കേണ്ടവരാണെന്നും അവരെ അകറ്റി നിർത്തണമെന്നും അവർ നമ്മുടെ ശത്രുക്കളാണെന്നും പഠിപ്പിക്കുന്ന രീതിയിലുള്ള പാഠങ്ങൾ വാസ്തവത്തിൽ എത്രത്തോളം നീചമാണെന്ന് ഓർക്കണം. ക്രിസ്തുവിനെ ദ്രോഹിക്കുന്നത് യഥാർത്ഥത്തിൽ അന്യമതസ്ഥരാണോ അതോ ക്രിസ്തുവിനെ അറിഞ്ഞ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന നമ്മളാണോ എന്ന് തിരിച്ചറിയണം. വിഭാഗീയതയാണ് ക്രിസ്തു പഠിപ്പിച്ചതെന്നാണ് നാം പറയുന്നതെങ്കിൽ, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നു, ഞങ്ങൾക്കെതിരെ ഗൂഢശ്രമങ്ങളുണ്ട്, മറ്റു മതങ്ങൾ ഞങ്ങളെ ആക്രമിക്കുന്നു എന്ന് പറയുന്ന രീതിയിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ ക്രിസ്തുവിനെ അല്ല നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തു മറ്റുള്ളവരുടെ ദ്രോഹങ്ങൾ ക്ഷമയോടെ സ്വീകരിച്ചവനാണ്. ഇരുകൂട്ടരെയും ഒന്നിപ്പിക്കാൻ വേണ്ടി തന്റെ ശരീരം സമർപ്പിച്ചവനാണ്. അങ്ങനെ ശരീരം സമർപ്പിക്കുക വഴി ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാവരെയും ഒന്നിച്ചു ചേർത്തവനാണ്. പല വിശ്വാസാചാരങ്ങളുണ്ടാകാം, പല ബോധ്യങ്ങളുണ്ടാകാം. എല്ലാ മതങ്ങൾക്കകത്തും സ്വാഭാവികമായും തീവ്ര സ്വഭാവമുള്ളവരുണ്ട്, തീവ്രവാദികളുണ്ട്. മതങ്ങളപ്രകാരം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഒരുപക്ഷെ പ്രവർത്തിച്ചേക്കാം. സഭയ്ക്ക് തീവ്രവാദവുമായി ബന്ധമുണ്ടാകുന്നത് എങ്ങനെയാണ്? കൊല്ലരുത് എന്ന് പഠിപ്പിക്കുന്ന, സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുന്ന, നിനക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവെക്കണമെന്ന് പഠിപ്പിക്കുന്ന, എല്ലാ അതിർവരമ്പുകളെയും മായ്ച്ചു കളയുന്ന, സ്നേഹത്തിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനി ഏത് തരത്തിലാണ് ഒരു സമുദായത്തെ, ഒരു വിഭാഗത്തെ ശത്രുപക്ഷത്ത് നിർത്തി ചിന്തിക്കുക? കച്ചവടക്കാർ കടയുടെ മുമ്പിൽ ക്രിസ്മസ് എന്ന് എഴുതുന്നുണ്ടോ, ഗിഫ്റ്റ് മസ് എന്നെഴുതുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണോ നമ്മൾ സാധനങ്ങൾ വാങ്ങുക? നമ്മൾ ഈ കമ്പോളത്തിൽ ഇറങ്ങുന്നത് ലാഭം നേടാൻ വേണ്ടിയാ, ലാഭകരമായി കിട്ടുമെന്ന് അന്വേഷിക്കണേ. നമ്മൾ സ്വീകരിക്കുന്ന ഏതെങ്കിലും ഭക്ഷണം ആരുണ്ടാക്കി, എങ്ങനെ ഉണ്ടാക്കി എന്ന് സംശയിക്കാനിടയായാൽ നമുക്ക് പുറത്തുപോയി ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? പലയിടത്തും പലപ്പോഴും ഭക്ഷണം വിളമ്പുന്നത് വലിയ നല്ല തളികകളിലാണ്.
അതകത്തെങ്ങനെയാണ് പാചകം ചെയ്യുന്നതെന്ന് കണ്ടിട്ടുണ്ടോ? ഞാനൊരു ഹോട്ടലിൽ ജോലിക്ക് നിന്നിട്ടുണ്ട് കുറച്ച് നാള്. കിടക്കാനിടമില്ലാതെ പോയിരുന്നൊരു നാളിൽ, എവിടെയെങ്കിലും കിടക്കാൻ അഭയം വേണമെന്നൊരു നാളിൽ ഒരു ഹോട്ടലിൽ എനിക്ക് ഒരു മാസത്തോളം നിൽക്കേണ്ടി വന്നു. ഞാൻ അവിടെ കണ്ടത് പച്ചക്കറിയൊന്നും കഴുകാതെ നേരിട്ട് വെട്ടിയരിയും, അതേപോലെ പാചകം ചെയ്യാനായി നുറുക്കുന്ന ഇറച്ചി മണ്ണിൽ വീണത് അതേപടി എടുത്തിടുന്നു. കുളിക്കുകയൊന്നുമില്ലാതെ അകത്ത് കഴിയുന്ന ഒരു കൂട്ടം മനുഷ്യർ, പ്രാകൃതമായി ജീവിക്കുന്നവർ, ഒട്ടുമേ സ്നേഹത്തിലല്ലാതെ വർത്തിക്കുന്നവർ, അവരുടെയൊക്കെ നടുവിലാണ് ഞാനൊരു മാസം ഉണ്ടായിരുന്നേ. ഞാനവിടെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അവിടെ എൻ്റെ സുഹൃത്തായ കുമാർ തോമസ്, അദ്ദേഹമാണ് എന്നെ അവിടെ ജോലിക്കായിട്ട് പ്രവേശിപ്പിച്ചത്. അദ്ദേഹം എന്നോട് പറയും, കഴിക്കരുത്, സേട്ടന് ഞാൻ വേറെ ഉണ്ടാക്കി തരാം. അദ്ദേഹം തമിഴനാണ്. എന്നിട്ട് അദ്ദേഹം എനിക്ക് വേണ്ടി വേറെ ചപ്പാത്തി ഉണ്ടാക്കി തരും, അവിടെ കുഴച്ചു വെക്കുന്ന മാവെടുക്കാതെ, അവിടെ അവർ പാചകം ചെയ്തിട്ടുള്ള കറികൾ ഉപയോഗിക്കാതെ. അദ്ദേഹം അത് കഴിക്കില്ല, കാരണം അദ്ദേഹം കുക്കാണ്, ചീഫ് കുക്കാണ്. അദ്ദേഹത്തിന് നല്ല ഭംഗിയായി വേറെ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം. അവിടുത്തെ ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കില്ല. കാരണം ഈ കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണമൊന്നും വൃത്തിയായിട്ടൊന്നും ഉണ്ടാക്കുന്നതല്ല. വൃത്തിഹീനമായ സാഹചര്യങ്ങൾ എന്തോരം ഭക്ഷണ പദാർത്ഥങ്ങൾ ലോകത്തുണ്ടാകുന്നു. ആരുണ്ടാക്കിയെന്നോ എന്താണെന്നോ അറിഞ്ഞിട്ടാണ് കഴിക്കുക. അപ്പൊ അതുകൊണ്ട് ഭക്ഷണത്തിനകത്ത് മതത്തെ കയറ്റുന്ന, വിദ്വേഷത്തിന്റെ, അസഹിഷ്ണുതയുടെ മതത്തെ കയറ്റുന്ന ഭാവത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. വിപണി എന്ന് പറയുന്നത് ലാഭേച്ഛയുള്ള ഒന്നാണ്. അത് പണം എങ്ങനെ ആർജിക്കാമെന്നാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും മനുഷ്യ നന്മയെ ലാക്കാക്കിയുള്ളതല്ല. അത് സ്വർണം വിറ്റാലും കൊള്ളാം, കരിക്കട്ട വിറ്റാലും കൊള്ളാം. എങ്ങനെ 10 കാശ് ഉണ്ടാക്കാമെന്നത് ചിന്തിക്കുക. അപ്പൊ ലാഭേച്ഛയിൽ അടിസ്ഥാനമിട്ട ലോക വിപണി ക്രിസ്തുമസിനെ കുറിച്ചുള്ള അവരുടെ ധാരണ പുലർത്തുന്നത് നല്ല കമ്പോളം എന്നാണ്. ആ നല്ല കമ്പോളത്തിനകത്ത് എങ്ങനെയാണ് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയുക, അത്തരത്തിലുള്ള ഓഫറുകൾ നൽകി, അത്തരത്തിൽ ആളുകളെ ആകർഷിക്കും വിധം സമ്മാനങ്ങൾ നൽകി അവരെ സ്വീകരിക്കുകയും പരമാവധി വിറ്റ് പണമാർജിക്കുകയും ചെയ്യും. അവരുടെ ലക്ഷ്യം പണമാണ്. നമ്മളതിൽ കുടുങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാ? നമ്മൾ പരസ്യങ്ങളിൽ കുടുങ്ങിപ്പോകുന്നു. വിശ്വാസി അവൻ ആവശ്യമുള്ളത് എന്തെന്നതിനെ കുറിച്ചല്ല ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, പരസ്യത്തിന്റെ ലാവണ്യത്തിൽ മുങ്ങിപ്പോകാണ്. പരസ്യം കണ്ടിട്ടാണ് പലതും വാങ്ങിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മുടെ ആധ്യാത്മികമായ ഒരാഘോഷം, യഥാർത്ഥത്തിൽ ക്രൈസ്തവമായ ഒരാഘോഷം നാം ഈ ലോകത്ത് അവതരിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് തിരിച്ചറിയാതെ പോകുമ്പോഴാണ് കമ്പോളം നമ്മുടെ മേലെ ആധിപത്യം പുലർത്തുന്നത്. കമ്പോളം ആധിപത്യം പുലർത്തുന്നു എന്നതാണ് പ്രധാനം, പണം ആധിപത്യം പുലർത്തുന്നു എന്നതാണ് പ്രധാനം. അതിനു പകരം അത് ആരാണ് അതിന്റെ പിന്നിലെന്നും ഏതു മതക്കാരനാണെന്ന് അതിന്റെ പിന്നിലെന്നും ചിന്തിച്ചു പോകുന്നത് യഥാർത്ഥത്തിൽ ക്രൈസ്തവ വിരുദ്ധമായ, ആധ്യാത്മിക വിരുദ്ധമായ ഒരു തിന്മയാണ് എന്ന് തിരിച്ചറിയണം. അതിനകത്ത് വർഗീയതയുണ്ട്, മതമൗലികവാദമുണ്ട്. ഈ മതമൗലികവാദമാണ് നമുക്ക് ഇന്ന് കേരളത്തിൽ കാണാവുന്ന പല ഗ്രൂപ്പുകളിലും പ്രകടമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഞങ്ങൾക്ക് വേണ്ട. ചന്തയിൽ വിൽക്കുന്ന ഏത് ഭക്ഷണവും മനച്ചാഞ്ചല്യം കൂടാതെ വാങ്ങി ഭക്ഷിച്ചുകൊള്ളുവിൻ. ചന്തയിൽ വിൽക്കുന്ന ഏത് മാംസവും മനച്ചാഞ്ചല്യം കൂടാതെ വാങ്ങി ഭക്ഷിച്ചുകൊള്ളുവിൻ. വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുക. നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ പിന്നിൽ ആലോചിക്കുന്നത്? ഇനി കുറച്ചു നാൾ കഴിയുമ്പോൾ ക്രിസ്ത്യാനികൾ വളർത്തിയ, ക്രിസ്ത്യാനികൾ ഭക്ഷണം കൊടുത്ത, ക്രിസ്ത്യാനികളുടെ വീട്ടിൽ വളർന്ന ക്രിസ്ത്യൻ കോഴികൾ മതി ക്രിസ്മസിനെന്ന് പറയാൻ പറ്റുമോ? ക്രിസ്ത്യാനികൾ ഉൽപ്പാദിപ്പിച്ച, പിണ്ണാക്ക് കൊടുത്ത് ക്രിസ്ത്യാനിയുടെ വീട്ടിൽ വളർന്ന ക്രിസ്ത്യൻ പശുവാണ് ഇനി ക്രിസ്മസിന് വേണ്ടതെന്ന് വാശി പിടിക്കുമോ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിങ്ങനെ നാരോ മൈൻഡഡ് ആയിട്ട് പോകരുത്, സങ്കുചിത താല്പര്യങ്ങളിലേക്ക് പോകരുത്. നാം തിരിച്ചറിയേണ്ടത്, നാം ഈ ലോകത്ത് ജീവിക്കുന്നത് സഹവർത്തിത്വത്തിലാണ്. ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് പഠിപ്പിച്ചതും സഹവർത്തിത്വമാണ്. എല്ലാവരും ഒന്നു ചേർന്ന് പോകാനാണ്. മറ്റുള്ളവർ എങ്ങനെയാണെന്നല്ല നമ്മൾ പരിഗണിക്കേണ്ടത്. കേരളത്തിലെ മുസ്ലിങ്ങൾ യഥാർത്ഥത്തിൽ അറബ് പാറ്റേൺ ഉള്ളവരാണ്. അതുകൊണ്ട് അവർ ബിസിനസ്സിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക.
അവർ കച്ചവടം ചെയ്യാനാണ് താല്പര്യം കാണിക്കുക. എല്ലാ മുസ്ലിങ്ങളും കുഴപ്പക്കാരാണെന്ന് പഠിപ്പിക്കുന്ന രാഷ്ട്രീയ ഹിന്ദുത്വയുടെ നയത്തിലേക്ക് നമ്മൾ പോകാമോ? ഹിന്ദുക്കളെയല്ല പറഞ്ഞത്, രാഷ്ട്രീയ ഹിന്ദുത്വ. അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണിത്. അതിനൊത്താശ ചെയ്ത് കൊടുക്കാൻ നമ്മളും കൂട്ടു നിൽക്കണോ? ഇന്ത്യ മതനിരപേക്ഷമായി മാറണമെന്നും ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ തകരണമെന്നും എല്ലാവരും ഒന്നായിത്തീരണമെന്നും പഠിപ്പിച്ച അംബേദ്കർ അവഹേളിക്കപ്പെടുന്ന നാളാണിത്. നമ്മൾ ആലോചിക്കണം, നാം ആരെയാണ് ഈ ലോകത്ത് വാഴ്ത്തിപ്പാടാൻ ശ്രമിക്കുന്നത്? ആരുടെ പക്ഷം ചേരാനാണ് ശ്രമിക്കുന്നത്? എഫേസ്യർ 2:16 പറയും, ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സ്ഥാപിക്കാനും കുരിശുവഴി ശരീരത്തിൽ ഇരുകൂട്ടരെയും ഒന്നിപ്പിക്കാനും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമായി ഭൂമിയിൽ അവതരിച്ച ദൈവപുത്രനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. ആ ദൈവപുത്രൻ നമ്മെ എത്രത്തോളം ഭരിക്കുന്നുണ്ട്, അവന്റെ മനോഭാവത്തിലേക്ക് ഉയർത്തുന്നുണ്ടെന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ക്രിസ്മസിന്റെ നാളുകളിൽ നാം ചിന്തിക്കേണ്ടത് ഈ വിഷയമാണ്. അതിന് പകരം നമ്മൾ കമ്പോളത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, കമ്പോളത്തിലെ മതാധിപത്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, ആരാണ് ഇതിന്റെയൊക്കെ പിന്നിലെന്ന് ചിന്തിക്കുന്നു. നിങ്ങൾ അവിടെ നിന്നൊന്നും വാങ്ങരുത് എന്ന് പറയുന്ന രീതിയിൽ, അഥവാ കമ്പോളത്തിലെ ആളുകൾ ഏത് മതസ്ഥരാണെന്ന് കണക്കാക്കിയിട്ട് വേണം ക്രിസ്മസ് ആഘോഷിക്കാൻ എന്ന് പഠിപ്പിക്കുന്ന തരത്തിലേക്ക് നമ്മൾ തരംതാണ് പോകരുത്. വാസ്തവത്തിൽ എല്ലാ മതങ്ങളെയും ആദരിക്കാനും അംഗീകരിക്കാനും നമുക്ക് കഴിയണം. ലോകത്ത് വിവിധങ്ങളായ മതങ്ങളുണ്ട്, ദൈവവിശ്വാസമില്ലാത്തവരുണ്ട്. അവരെയൊക്കെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒന്നിന്റെ പേരാണ് ക്രിസ്തു. തന്റെ ചങ്കിൽ കുന്തം കൊണ്ട് കുത്തുന്നവന്റെ കണ്ണിലേക്ക് രക്തമൊഴുക്കി അവനെയും സുഖപ്പെടുത്തുന്നവനാണ് ക്രിസ്തു. തന്നെ പിടികൂടാനായി വന്ന പടയാളിയുടെ ചെവി ശിഷ്യൻ ഛേദിക്കുമ്പോൾ അതെടുത്ത് തിരികെ വെച്ച് ഒട്ടിച്ചു കൊടുത്ത് അവനെ സുഖപ്പെടുത്തുന്നവനാണ് ക്രിസ്തു. യേശുവിനെ മരണത്തിന് വിധിക്കാനായി ഗൂഢശ്രമം നടത്തുന്ന യഹൂദ പൗരോഹിത്യത്തെ, ആ പൗരോഹിത്യത്തെ കൂടെ തന്റെ രക്തം കൊണ്ട് വിശുദ്ധീകരിക്കാൻ കുരിശിൽ മരിച്ചവനാണ് ക്രിസ്തു. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, ക്രിസ്തുഭാവം എന്നതാണ് നമുക്കുള്ളതെങ്കിൽ നാം ഈ ലോകത്ത് പരത്തേണ്ടത് ക്രിസ്തുവിന്റെ ഗുണമാണ്. ക്രിസ്തുവിനെ ഈ ലോകത്ത് പ്രകാശിപ്പിക്കുന്നതിന് പകരം നാം മതമാത്സര്യങ്ങളുടെ ലോകത്തേക്കാണ് പോകുന്നതെങ്കിൽ, നാം ഒരു മതമായി സ്വയം തെറ്റിദ്ധരിച്ച് ഒരു മത്സരക്കളത്തിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നതെങ്കിൽ അപകടമാണ്, വിശ്വാസത്തിൽ നിന്ന് നമ്മൾ അകലെയാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പാഠങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് സഹവർത്തിത്വത്തിന്റെ ജീവിതത്തെക്കുറിച്ചാണ്. ക്രിസ്തുവിനെ അങ്ങനെയാണ് നമുക്ക് പ്രകാശിപ്പിക്കാൻ പറ്റുക. എല്ലാവരോടും കൂടെ ആയിരുന്നുകൊണ്ട് എല്ലാവരുടെയും കൂടെ നടക്കുമ്പോൾ നമ്മുടെ സ്നേഹപ്രവൃത്തിയും ജീവാർപ്പണവും കണ്ടുവേണം മറ്റുള്ളവർ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ. ജനതകളുടെ പ്രകാശത്തിൽ 16-ാം ഖണ്ഡികയിൽ സഭ പഠിപ്പിക്കുന്നു, എല്ലാ മതങ്ങളിലും സത്യത്തിന്റെ അംശങ്ങളുണ്ട്. ഒരു മതത്തെയും നിഷേധിക്കുകയല്ല ചെയ്യുന്നത്, എല്ലാ മതങ്ങളിലും സത്യത്തിന്റെ അംശങ്ങളുണ്ട്. പൂർണ്ണത ക്രിസ്തുവാണ്, അത് ഞാൻ വിശ്വസിക്കുന്നു. കത്തോലിക്ക സഭയിലാണ് അത് സാധ്യമാവുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഭയുടെ ഉത്തമ സന്താനമായിരിക്കുക എന്നതാണ് പ്രധാനമെന്ന് ഞാൻ കരുതുന്നു. അതെന്റെ വിശ്വാസമാണ്. ആ എന്റെ വിശ്വാസം മറ്റുള്ളവർക്ക് ദ്രോഹകരമായി മാറാനോ മറ്റുള്ളവരെ നിഷേധിക്കാനോ അല്ല കാരണമാകേണ്ടത്. എന്റെ ജീവിതം വഴി ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കാൻ എത്രത്തോളം എനിക്ക് കഴിയുമെന്ന ആത്മപരിശോധനയും അങ്ങനെ ക്രിസ്തുവിനെ അടയാളപ്പെടുത്തി ജീവിക്കാനുള്ള ദൗത്യത്തിൽ ഉറച്ച നിലപാടുമാണ് എനിക്ക് ഉണ്ടാവേണ്ടത്. മറ്റു മതങ്ങളിൽ നന്മയും സത്യവുമായ അംശങ്ങൾ ഉണ്ട് എന്ന് സഭ പഠിപ്പിക്കുന്നത് ആരെയും നിഷേധിക്കരുതെന്ന് പറയാൻ വേണ്ടിയാണ്. ഈ അംശങ്ങൾ എവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ വരുന്നത്? അത് ക്രിസ്തുവിൽ നിന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്തുവാണ് ഈ നന്മയിലും സത്യത്തിലും പ്രകാശിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യത്തിന്റെ പൂർണ്ണത ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അറിയുന്നു. ഞാൻ ആ അറിവ് കൊണ്ട് ഇതരങ്ങളായ അഭിപ്രായങ്ങളെ, മതങ്ങൾ എന്ന് വെച്ചാൽ അഭിപ്രായങ്ങളെന്നാ, ഞാൻ കേവല അഭിപ്രായത്തിലല്ല, ഞാൻ മതത്തിലല്ല, ഞാൻ ക്രിസ്തുവിലാണ്. ക്രിസ്തു മനുഷ്യത്വമാണ്, വചനത്തിന്റെ ആളത്വമാണ്. അങ്ങനെ ആളത്വമായ ക്രിസ്തുവിനെ ഞാൻ അനുഗമിക്കുമ്പോൾ, അവനിൽ ജീവിക്കുമ്പോൾ, അവൻ എന്നിൽ ജീവിക്കുമ്പോൾ നന്മയും സത്യവുമായ അംശങ്ങളുള്ള മതങ്ങൾ, അതിൽ ജീവിക്കുന്ന മനുഷ്യർ എന്നെ തിരിച്ചറിയും. കാരണം അവരുടെ ഉള്ളിൽ നന്മയും സത്യവുമായ അംശങ്ങളുണ്ട്. അവർക്ക് എന്നെ തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ തിരിച്ചറിയുക വഴി
അവർ ക്രിസ്തുവിൽ വിമോചിതരാണെന്ന കാര്യം അവരറിയാനിടയാകും. നമ്മളതിന് സമയപരിധി നിശ്ചയിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതമാണ് നമ്മുടെ സന്ദേശം. ഗാന്ധി പറഞ്ഞതുപോലെ നമുക്ക് വേറെ ഒന്നും കൊടുക്കാനില്ല. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, ജീവിച്ച് കാണിക്കണം. കേട്ടറിവ്, കണ്ടറിവ്, കൊണ്ടറിവിലേ എത്തൂ. ആധുനിക ലോകം നിരീക്ഷണങ്ങളിലൂടെ, പരീക്ഷണങ്ങളിലൂടെ ലോകത്തെ തിരിച്ചറിയാനായി ശ്രമങ്ങൾ നടത്തുമ്പോൾ, സായൻസികമായ ഒരു യുഗത്തിലൂടെ കടന്നു പോകുമ്പോൾ, സത്യദർശനം എന്നത് യാഥാർത്ഥ്യമാകണമെങ്കിൽ ധാർമ്മികമായ ജീവിതാർപ്പണം ഉണ്ടാകണം. ക്രൈസ്തവ ധാർമ്മികത എന്താണെന്ന് ലോകത്തിന് മുൻപിൽ പ്രകാശിപ്പിക്കണം. അതിനുള്ളൊരു അവസരമാണ് ക്രിസ്മസ്. സഭ ആധുനിക ലോകത്തിൽ എന്ന ചാക്രിക ലേഖനത്തിൽ 92-ാം ഭാഗത്ത് സഭ പഠിപ്പിക്കുകയാണ്, മറ്റു മതങ്ങളിൽ മതപരവും മാനുഷികവുമായി അനേകം അമൂല്യ സത്യങ്ങളുണ്ട്. സത്യത്തിന്റെ പൂർണ്ണത ക്രിസ്തുവാണെന്ന് ഹൃദയത്തെ ഉറച്ചു വിശ്വസിക്കുമ്പോഴും ഈ അമൂല്യ സത്യങ്ങളുണ്ട് എന്ന കാര്യം, മതപരവും മാനുഷികവുമായുള്ള അമൂല്യ സത്യങ്ങൾ മറ്റു മതവിശ്വാസികൾക്കകത്തുണ്ട് എന്ന കാര്യം നമ്മൾ പരിഗണിക്കണം. നമ്മൾ അവരെ നിഷേധിക്കുകയല്ല വേണ്ടത്, ആക്ഷേപിക്കുകയല്ല വേണ്ടത്, അവരെ ശത്രുക്കളായിട്ട് പ്രഖ്യാപിക്കുകയല്ല വേണ്ടത്. ദൈവാനുഭവത്തിന്റെയും പ്രസാദപരത്തിന്റെയും വിത്തുകൾ മറ്റു മതങ്ങളിൽ ദൃശ്യമാണെന്നും വചനത്തിന്റെ വിത്തുകളും എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യത്തിന്റെ രശ്മികളും മറ്റു മതങ്ങളിലുണ്ട് എന്നും നാം തിരിച്ചറിയണമെന്ന് സഭ നമ്മോട് പറയുന്നു. നാം സഭയുടെ ഭാഗമാണ്. കത്തോലിക്ക സഭയാണ് പ്രബോധനം നൽകുന്നത്. സഭയിലാണ് നാം വിശ്വാസം സ്വീകരിച്ചത്. യേശുക്രിസ്തുവിലായിരിക്കുമ്പോഴും കത്തോലിക്ക സഭയിലാണ് നമ്മൾ. സഭയാണ് ക്രിസ്തുവിനെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നത്. ആ സഭയാണ് നമ്മോട് പറയുന്നത് എല്ലാ മതങ്ങളിലും സത്യത്തിന്റെയും പ്രസാദപരത്തിന്റെയും വിത്തുകളുണ്ട്. അതുകൊണ്ട് എങ്ങോട്ടും പോകാമെന്നോ എല്ലാം ശരിയാണെന്നോ അർത്ഥത്തിലല്ല. ഇപ്പൊ സർവ്വമത പ്രാർത്ഥന എന്ന് പറയുമ്പോഴും സർവ്വമതം എന്ന് പറയുമ്പോഴും ഒക്കെ എല്ലാ ദൈവങ്ങളും ഒന്നല്ല, എല്ലാ മനുഷ്യരും ഒന്ന്. എല്ലാ മനുഷ്യരും ഒന്നായിരിക്കെ, എല്ലാ മനുഷ്യരുടെയും കാഴ്ചപ്പാടുകൾ വിവിധങ്ങളായിരിക്കെ, ആ കാഴ്ചപ്പാടുകൾക്കൊക്കെ അതീതമായൊരു സത്യത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നതെങ്കിൽ എന്റെ വിശ്വാസം എന്റെ ജീവിതം വഴി മറ്റുള്ളവർക്ക് അനുകമ്പയായി, കരുണയായി, വാത്സല്യമായി, സ്നേഹമായി പകർന്നു കൊടുക്കുകയും എല്ലാവരെയും ചേർത്ത് പിടിക്കുകയും ചെയ്യണം. ശത്രുക്കളെ സ്നേഹിക്കണം എന്ന് ക്രിസ്തു പഠിപ്പിക്കുമ്പോൾ ആ പാഠം ഉൾക്കൊള്ളാതെ അവൻ ശത്രുവാണെന്നും അവനെ നിഷേധിക്കണമെന്നും അവനെ മാറ്റി നിർത്തണമെന്നും പ്രതിഷേധ സ്വരമുയർത്തണമെന്നും നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാവേണ്ടത്. മറ്റു മതങ്ങളെ ബഹുമാനിക്കാനും അവയുടെ ആധ്യാത്മിക സമ്പത്തിനെ ആദരിക്കാനും നമുക്ക് കഴിയണമെന്നാണ് സഭ നമ്മോട് പറയുന്നത്. അന്യമത വിദ്വേഷത്തിലും അസഹിഷ്ണുതയിലുമല്ല ക്രൈസ്തവ ആധ്യാത്മികത കെട്ടിപ്പടുക്കപ്പെടുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. എല്ലാവരെയും സഹോദരങ്ങളായി സ്വീകരിക്കാനും എല്ലാവരെയും ചേർത്ത് പിടിക്കാനും നമുക്ക് കഴിയണം. ഏതെങ്കിലും വിഭാഗത്തോട്, ഏതെങ്കിലും സമുദായത്തോട് ഒരു വിദ്വേഷം പുലർത്തുന്ന മനോഭാവം നമുക്കുണ്ടായാൽ അത് അവർക്കല്ല കുഴപ്പം ചെയ്യുക, അത് നമുക്കാണ്. നമ്മൾ ക്രിസ്തുവിൽ നകലുന്നു, നമ്മുടെ ദൗത്യത്തിൽ നകലുന്നു, സ്നേഹിക്കുന്ന കടമയിൽ നകലുന്നു. ക്രിസ്തുവിനെ ലോകത്ത് പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അന്ധരായും സ്നേഹം പ്രഖ്യാപിച്ച ക്രിസ്തുവിനെ പ്രതി എന്ന ഭാവേന തീവ്ര ആശയങ്ങളുള്ളവരായും അവരിനെ ഉന്മൂലനം ചെയ്യലാണ് കടമയെന്ന നിലയ്ക്കും നമ്മൾ വളരുന്നു. ഉന്മൂലനം 2 തരത്തിലുണ്ട്. ഒരുത്തിനെ കൊന്നുകളയാം, ജീവിക്കാൻ അനുവദിക്കാതിരിക്കാം. സ്നേഹത്തിൽ നിന്ന് അകറ്റുക എന്നതാണ് യഥാർത്ഥത്തിൽ ജീവനിൽ നിന്ന് അകറ്റുക എന്നതിനർത്ഥം. സ്നേഹിക്കാത്തവനോ കൊലപാതകിയാണ്, അവനിൽ നിത്യജീവൻ വസിക്കുന്നില്ല. അന്യമത വിദ്വേഷം പറയുമ്പോൾ നാം എവിടെയാണ് എത്തിച്ചേരുക? മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു. ബുദ്ധിദിനെ അനുഭവിക്കാൻ കഴിയാത്ത വിധം, മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിനെ സ്നേഹിക്കാൻ കഴിയാത്ത വിധം സങ്കുചിതമായി പോകുന്നു നമ്മുടെ മനസ്സ്. ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, സകല മർത്യരുടെയും ദൈവമാണ്. സകല മർത്യരുടെയും ദൈവമാണെങ്കിൽ ക്രിസ്തുവിനെ ആദരിക്കാൻ നമുക്ക് അവകാശമുള്ളതുപോലെ തന്നെ ക്രിസ്തുവിനെ അവഹേളിക്കാനുള്ള അവകാശം അവർക്കുണ്ടെന്ന് കരുതുക. ക്രിസ്തുവിന്റെ സ്വന്തമാണ്, അത് ക്രിസ്തുവിന്റെ കയ്യിലാണ്. ദൈവത്തിനറിയാം, ദൈവമാണ് അവരെ പരിപാലിക്കുന്നത്. സകല മനുഷ്യരെയും, ദൈവമില്ലെന്ന് പറയുന്നവരെയും. അങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് അവർ നമ്മുടെ സഹോദരങ്ങളാണ്, ഏകപിതാവിന്റെ മക്കളാണ്. നമുക്ക് അവരെ സ്നേഹിക്കാതിരിക്കാൻ സാധ്യമല്ല. ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. യേശുവിനെയാണ് ഞാൻ പറയുന്നതെങ്കിൽ വീണ്ടെടുപ്പിന്റെ സ്വരമായി ഞാൻ മാറണം. സഭയുടെ സുവിശേഷവൽക്കരണത്തിനായുള്ള തിരുസംഘം പ്രസിദ്ധീകരിച്ച സംവാദവും പ്രഘോഷണവും എന്ന പ്രമാണരേഖ നാം ഓരോരുത്തരും വായിച്ചിരിക്കേണ്ടതാണ്. അതിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, എല്ലാ മനുഷ്യരും ഒരേ വിധത്തിലല്ല,
എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടുന്ന ഒരേ വിധത്തിലല്ല. രക്ഷ അനുഭവിക്കാൻ വിവിധ വഴികൾ ഉണ്ടാകാം. അങ്ങനെ വിവിധ വഴികളിലാണ് രക്ഷിക്കപ്പെടുന്നതെങ്കിലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വഴി യേശുവിന്റെ രക്ഷാകരമായ ശക്തിയിലാണ് അവർ രക്ഷിക്കപ്പെടുന്നത് എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. ക്രിസ്ത്യാനികൾ വിശ്വാസം വഴി ക്രിസ്തുവിലാണ് രക്ഷ പ്രാപിക്കുന്നതെന്ന് അറിയുമ്പോൾ അത് തിരിച്ചറിയാതെ ജീവിക്കുന്നവരുണ്ടാകാം. ക്രിസ്തുവാണ് രക്ഷകനെന്ന് അറിയാതെ ജീവിക്കുന്നവർ. ആരെങ്കിലും ക്രിസ്തുവിനെ അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ അതിൽ കുറ്റമാർക്കാൻ നമുക്കാ. നമ്മൾ ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ്. കുട്ടിക്ക് കാര്യം മനസ്സിലാകുന്നില്ലെങ്കിൽ കുട്ടിയുടെ ബുദ്ധിക്കുറവല്ല, അധ്യാപകന് കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മയാണെന്ന് തിരിച്ചറിയണം. അതിന് പകരം കുട്ടിയോട് ഗെറ്റ് ഔട്ട് ഫ്രം ദി ക്ലാസ് എന്ന് പറഞ്ഞാൽ അധ്യാപകൻ തോറ്റു എന്ന അർത്ഥം. ആ പ്രമാണരേഖയിലെ ആ ഖണ്ഡിക അവസാനിക്കുന്ന എങ്ങനെയാണ്? തങ്ങളുടെ രക്ഷകനെ അവരെ അറിയാതിരുന്നാൽ പോലും അവരെ രക്ഷിക്കുന്നത് ദൈവമാണ്. ആ ദൈവത്തിന് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വഴി സംഭവിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് സകല മനുഷ്യനും രക്ഷ പ്രാപിക്കണമേ, എല്ലാവരും ക്രിസ്തുവിനെ അറിയണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ആ സന്തോഷത്തിലേക്ക് അവർ എത്തിച്ചേരാൻ വേണ്ടിയാണ്. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ രക്ഷകന്റെ മിഷൻ എന്ന ചാക്രിക ലേഖനത്തിൽ പറഞ്ഞത്, ഇതര മതങ്ങളിലും സത്യത്തിന്റെ രശ്മികളുണ്ട്, ദൈവിക വെളിപാടുകളുണ്ട്. കാര്യം നാം തിരിച്ചറിയണം. നാം നടന്ന് പുനരുദ്ധാരണവാദത്തിലേക്കല്ല പോകേണ്ടത്, അന്യമത ഖണ്ഡനത്തിലേക്കല്ല പോകേണ്ടത്. എല്ലാ മതങ്ങൾക്കും ഉപരിയായ സ്നേഹത്തിന്റെ പ്രത്യയശാസ്ത്രമാണ് ക്രിസ്തു എന്ന ബോധ്യത്തിൽ സകലർക്കും വേണ്ടി സ്വയം അർപ്പിക്കുക വഴി ക്രിസ്തുവിനെ ലോകത്ത് അവതരിപ്പിക്കാൻ കഴിയുമെന്ന യാഥാർത്ഥ്യം ഹൃദയത്തിൽ ഉറച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഇത് വേണ്ട വിധം സഭയിൽ പഠിപ്പിക്കപ്പെടാത്തത് കൊണ്ടാണ് ഇത്തരം ഗ്രൂപ്പുകൾ സഭയ്ക്കെതിരായ, വിശ്വാസ പ്രഘോഷണത്തിനെതിരായ, സത്യത്തിനും സ്നേഹത്തിനുമെതിരായ തീവ്രവാദത്തിന്റെയും മൗലികവാദത്തിന്റെയും ഗ്രൂപ്പുകൾ, ഒരു കണക്കിൽ പറഞ്ഞാൽ ക്രിസ്ത്യൻ താലിബാനിസം ഉണ്ടായി വരുന്നത്. പറഞ്ഞു വന്നത് അല്പം ദീർഘിച്ചു പോയി. യഥാർത്ഥത്തിൽ ഇതാണ് അറിയേണ്ടത്. ഞാനും നിങ്ങളും ക്രിസ്തുവിലാണ് ജീവിക്കുന്നത്. യേശു ക്രിസ്തുവിനെ ഭൂമിയിൽ അവതരിപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ശത്രുവിനെ സൃഷ്ടിച്ചുകൊണ്ടല്ല, ശത്രുതയുടെ മതിലുകൾ തകർത്തുകൊണ്ട് സ്നേഹത്തിന്റെ പാലം പണിതുകൊണ്ടാണ് നമുക്ക് മുൻപോട്ട് പോകേണ്ടത്. ആരെങ്ങനെ നമ്മോട് പ്രവർത്തിക്കുന്നുവെന്നല്ല, നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുമെന്നുള്ളതാണ് പ്രധാനം. മുൻപൊരിക്കൽ പറഞ്ഞൊരു കഥയാണെങ്കിലും അത് സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. 2 സന്യാസിമാർ ഒരു പുഴക്കരയിലിരിക്കുകയാണ്. ഒരു തേള് വെള്ളത്തിൽ വീണ് പിടയുന്നത് സന്യാസി കണ്ടു. സന്യാസി ഒരു കമ്പെടുത്ത് അതിനെ രക്ഷിക്കാൻ ശ്രമിച്ചു. ഒരു ജീവി നഷ്ടപ്പെട്ടു പോകരുതല്ലോ. രക്ഷിക്കാൻ ശ്രമിച്ചു. അത് വഴിയുടെ അറ്റത്തെത്തിയപ്പോൾ സന്യാസിക്കിട്ട് കുത്തി. കൂടെ ഇരുന്ന സന്യാസി ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുത്തുകൊണ്ടപ്പോൾ സന്യാസി കൈകൊടഞ്ഞു. തേള് പിന്നെയും വെള്ളത്തിൽ വീണു. വീണ്ടും സന്യാസി കമ്പെടുത്ത് അതിനെ രക്ഷിക്കാൻ ശ്രമിച്ചു. അത് എടുത്ത് കമ്പിൽ കയറി വന്ന് സന്യാസിയെ വീണ്ടും കുത്തി. വീണ്ടും സന്യാസി കൈകൊടഞ്ഞു. അത് വെള്ളത്തിൽ വീണു. മൂന്നാമതും ഈ തേളിനെ രക്ഷിക്കാനായി സന്യാസി ശ്രമിക്കുമ്പോൾ കൂടെ ഇരുന്ന് സന്യാസി പറഞ്ഞു, നിങ്ങൾക്ക് സുബോധമില്ലേ? 2 തവണ കുത്തുകൊണ്ടിട്ട് നിങ്ങൾ പഠിച്ചില്ലേ? തേള് കുത്തും. തേളിനെ രക്ഷിക്കാൻ ശ്രമിച്ച സന്യാസി പറഞ്ഞു, അതെനിക്കറിയാം. തേളിന്റെ സ്വഭാവം കുത്തുക എന്നുള്ളതാണ്. പക്ഷെ എന്റെ സ്വഭാവം രക്ഷിക്കുക എന്നുള്ളതാണ്. ക്രിസ്തു പീഡകൾ സഹിച്ച് സകലരെയും സ്വീകരിച്ച് എല്ലാവർക്കും വേണ്ടി കുരിശിൽ യാഗമായി മാറി. അവനാണ് നമ്മിൽ ജീവിക്കുന്നത്. സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും ശക്തിയാണ് പരിശുദ്ധാത്മാവിൽ നമുക്കുള്ളത്. ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. ഏതു മതങ്ങളാവട്ടെ, ഇന്ത്യയിൽ രാഷ്ട്രീയ ഹിന്ദുത്വം നടത്തുന്ന ഹീനമായ ന്യൂനപക്ഷ വിരോധവും തെളിവ് വിരോധവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളാണ് ഇവിടെ നിന്ന് പുറത്തു പോകേണ്ടവരുടെ കൂട്ടത്തിൽ രണ്ടാമതുള്ളതെന്ന് ഓർക്കണം. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും ആഭ്യന്തര ശത്രുക്കളെന്നാണ് ഹിന്ദുത്വ ഫാസിസം പഠിപ്പിക്കുന്നത്. അത് ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട കാര്യമല്ല. ഹിന്ദുമത ദർശനങ്ങളല്ല അവരെ നയിക്കുന്നത്. രാഷ്ട്രീയ ഹിന്ദുത്വയാണ്. ഭരണം ഉപയോഗിച്ചുകൊണ്ട് മദർ തെരേസ അടക്കം, മിഷണറിമാരെ അടക്കം ആക്ഷേപിക്കുകയും പീഡിപ്പിക്കുകയും മണിപ്പൂരിലൊക്കെ കലാപങ്ങളിൽ നിരവധി ദേവാലയങ്ങൾ തകർക്കുകയും മനുഷ്യരെ, മതം തിരിച്ചല്ല ഞാൻ പറയുന്നത്, മനുഷ്യരെ ഹീനമായി ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും നമ്മുടെ സഹോദരിമാരെ ബലാത്സംഗം ചെയ്യുകയും പരസ്യമായി നഗ്നമാക്കി നടത്തുകയൊക്കെ ചെയ്തതിന്റെ മുൻ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നാം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ഏതു തീവ്രവാദവും അപകടകരമാണ്. അത് രാഷ്ട്രീയ ഹിന്ദുത്വയുടെയായാലും ഭരണം കയ്യിലുള്ളത് കൊണ്ടും അതീശ ശക്തി ആയതുകൊണ്ടും അത് കൂടുതൽ അപകടകരമാണ്. അതേപോലെ തന്നെ ഇസ്ലാമിസ്റ്റുകളും അപകടകാരികളാണ്. അതുകൊണ്ട് ഇസ്ലാം മതത്തിലുള്ളവരൊക്കെ അപകടകാരികളാണെന്നോ ഹിന്ദുക്കളൊക്കെ അപകടകാരികളാണെന്നോ മതമാണ് പ്രശ്നമെന്നോ പറയുന്ന ഭാഗത്തേക്ക് നമ്മൾ എത്തിപ്പെടരുത്. നമ്മൾ തിരിച്ചറിയേണ്ടത് അങ്ങനെ ഒരു തീവ്രവാദം, ഒരു മതമൗലികവാദം നമ്മൾ ഉന്നയിച്ചാലും നമ്മളും അതേ പാതയിലാണ്. നമ്മൾ തീവ്രവാദത്തിന്റെ വഴിയിലല്ല, അടികൊള്ളുന്നവന്റെ വഴിയിലാണ്, മുറിവേൽക്കുന്നവന്റെ വഴിയിലാണ്. അതുകൊണ്ട് സ്നേഹവും സമാധാനവും വളരെ സാഹോദര്യത്തിൽ ഉറയ്ക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിയണം എന്ന ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്മസ് നമ്മുടെ മുമ്പിൽ വയ്ക്കുക. കുത്തുന്നത് തേളിന്റെ സ്വഭാവമാണ്, രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ സ്വഭാവമാണ്. ക്രിസ്തുവിൽ വെളിപ്പെട്ട ആ സ്വഭാവം ആനുകാലിക ലോകത്ത് പ്രകാശിപ്പിക്കാൻ ഈ തിരുനാളും ഒരവസരമാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ, ഒരു അഭിപ്രായത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഈ പറയുന്നതിനോടൊക്കെ വിരോധം തോന്നാം. അങ്ങനെ വിരോധം തോന്നുമ്പോഴും കേൾക്കുന്നുണ്ടല്ലോ, നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.